ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് ബെഡ്മേൽ കുറച്ച് നേരം ഇങ്ങനെ മൂശായിട്ട് അടിച്ചിരുന്നു. ഞാൻ എന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എണീക്കണം എന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എണീറ്റെന്ന് പറയുമ്പോൾ കോളേജിൽ പോകണമല്ലോ, അറ്റൻഡൻസ് മുഖ്യം എന്ന് വെച്ചിട്ട് മാത്രം. പിന്നെ ഞാൻ നേരെ ജനലിൻ്റെ അവിടുത്തെ കട്ടനൊക്കെ മാറ്റി വെള്ളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ എളുപ്പം എണീറ്റ് പോയി ഓടിപ്പോയി ബ്രഷൊക്കെ ചെയ്തു. പിന്നെ മുഖമൊക്കെ കഴുകി. പിന്നെ താഴെ മെസ്സിലോട്ട് വന്നു. അവിടെ കഴിക്കാൻ എന്താണെന്ന് നോക്കിയപ്പോൾ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു. ഇത് മൂന്നും എടുത്ത് വെച്ചു. ഞാൻ കഴിച്ചു. എളുപ്പം പോയി പാത്രമൊക്കെ കഴുകി മുകളിലോട്ട് ചെന്നു. പിന്നെ നേരെ എൻ്റെ തുണി എടുത്തിട്ട് വന്ന് അയൺ ചെയ്തു. ഞാൻ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ സുമതി വന്നു. പിന്നെ സുമതിയെ കൊണ്ട് ഞാൻ കുറച്ച് അയൺ ചെയ്യിപ്പിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഓടിപ്പോയി ഞാൻ കുളിച്ച് റെഡിയായി ഒരുങ്ങി കഴിഞ്ഞിട്ട് റൂമിൽ വെച്ച് 2-3 ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നെ രേഷ്മ ചേച്ചി വന്നു. പിന്നെ ഞാൻ എൻ്റെ രേഷ്മ ചേച്ചിയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എളുപ്പം ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എന്നോട് ആകൃതി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു. പിന്നെ പുള്ളിക്കാരത്തിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. പിന്നെ ഞാൻ എളുപ്പം ക്ലാസ്സിന് പോയി കയറി. അപ്പോഴത്തേനും മിസ് വന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ അറ്റൻഡൻസ് ഇട്ടിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഹോസ്റ്റലിൽ ചെന്നു, ഫുഡ് എടുത്തു, പിന്നെ കറിയൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. അപ്പോഴത്തേനും എന്നെ പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എളുപ്പം തിരിച്ചു പോകാനുള്ള ധൃതിയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ടിങ്കുവിനെ കണ്ടു. ടിങ്കുവിനെ ഇങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെയും തിരിച്ച് കോളേജിലോട്ട് തന്നെ പോയി. പിന്നെ തിരിച്ച് 4 മണിയായപ്പോൾ വന്നു. വൈകിട്ടത്തെ കടിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു. പിന്നെ ഞാൻ ഓടി റൂമിൽ ചെന്ന് കുളിക്കാൻ വേണ്ടി ചെന്ന് ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് റൂമിൽ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഇങ്ങനെ കുളിക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിപ്പറക്കി എടുത്ത് നേരെ കുളിക്കാൻ വേണ്ടി പോയി. ഞാൻ 7:30 ചെന്നില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടത്തില്ല. അത് കാരണം ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. പിന്നെ വന്നിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് 2-3 ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുത്തു, ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ഫുഡ് എടുത്തു, കഴിച്ചു. ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ.